പെൺകുട്ടിയൊക്കെ എപ്പോഴും ചീത്ത കുട്ടികളായിരിക്കും ഇഷ്ടം. അത് ശ്രദ്ധിച്ചിട്ടില്ല? അതിന്റെ അങ്ങനെ ലോജിക് ഉണ്ട് ശരിക്കും. അതുകൊണ്ട് സത്യമുള്ള കാര്യമാണ്. പൊതുവേ പെൺകുട്ടികൾക്ക് ഒരു ഇതുമില്ലാത്ത പാവപ്പെട്ട ഒരുത്തിനെ, ഒന്നിനും കൊള്ളാത്ത ഒരുത്തിനെ പെൺകുട്ടികൾ സ്നേഹിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ല. എൻ്റെ ഏട്ടനെ ചേച്ചി പ്രേമിച്ചില്ലേ, അപ്പോ സ്നേഹിക്കും. പക്ഷേ സ്നേഹിക്കും. പക്ഷേ പൊതുവെ ഞാൻ പറഞ്ഞ ജനറലി ഇപ്പം ചീത്ത കുട്ടികളോട് പെൺകുട്ടികൾക്ക് തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത കുട്ടികളോട് പെൺകുട്ടിക്ക് ഒരു വേറെ രീതിയിലുള്ള ഒരു ആദ്യം അത് ഇപ്പോഴും പൊതുവെ തുടങ്ങുന്നതിന് ഒരു വെറുപ്പിലായിരിക്കും തുടങ്ങുക അല്ലേ? വെറുപ്പായിരുന്നു. ആ വെറുപ്പ് പതിയെ സ്നേഹമായി, പ്രണയമായി. അതായത് മനസ്സിലായില്ലേ? അതിന് ഏറിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ ഇവർക്ക് തോന്നും ഈ ദുശീലം മാത്രമേ ഉള്ളൂ, ആളൊരു പാവ. ഏത് ഈ ശീലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പാവ, അങ്ങനെ ഒരു തോന്നൽ അവരുടെ മനസ്സിൽ വരികയും ഇവരെ നന്നാക്കണമെന്നും ഇവരെ നന്നാക്കി എടുക്കാൻ പറ്റും, ഇവർ ഇതൊന്നും ഇല്ലെങ്കിൽ ഇവരെന്തൊരു നല്ല മനുഷ്യനാണെന്ന് ഇവർക്ക് തോന്നുന്ന ഒരു പോയിന്റിൽ അവള് സ്നേഹിച്ച് എന്നെ നന്നാക്കാൻ ശ്രമിച്ചു. അവള് പലയിടത്തും തോറ്റ്. ഇപ്പൊ ഞാൻ നല്ല മനുഷ്യനാണ്. അവള് സക്സസ്ഫുൾ വൈഫാണ്. ആ രീതിയിൽ എന്നെ ഒരുപാട് മാറ്റം വരുത്തി അവളുടെ ജീവിതത്തിൽ. അങ്ങനെ ലിസ്റ്റ് എടുത്ത് പറയണം, ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോ എല്ലാം മാറ്റി. ഇന്ന് ഞാനൊരു റിഫൈൻഡ് ആയിട്ടുള്ള മറ്റേ റീജുവിനേറ്റ് ചെയ്ത മറ്റേ മനുഷ്യനാണ്. ഇപ്പൊ ചോദ്യത്തിന് ഉത്തരം കിട്ടി. അത് മതി. ഇനി ഇതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ കാര്യം ഇടയ്ക്ക് ചോദിച്ചോട്ടെ. നമ്മളെല്ലാവരും നമ്മുടെ കയ്യിൽ ഫോണൊക്കെ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ കയ്യില് ആപ്പിൾ ഉണ്ടാവും, സാംസങ് ഉണ്ടാവും. ധ്യാനിന്റെ കയ്യിൽ മാത്രം ഒരു പ്രത്യേക തരം ഫോൺ നോട്ട് ചെയ്തു. ആ ഫോൺ അതെന്താ ആണ്? ഇത് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഏത് ഫോണാ? ഇത് മറ്റേത് ഇങ്ങനെ ഇതാക്കാൻ പറ്റുന്നത് ആണോ? അതെ, എല്ലാവരും ആപ്പിളും അതും ഇതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും എനിക്കത് വേണ്ട, ഞാൻ വ്യത്യസ്തമാണ്. അതെ, അല്ല എന്നാലും ഇതുപോലെയൊക്കെയുള്ള ഫോൺ വാങ്ങാൻ വേണ്ട, ഞാൻ വ്യത്യസ്തനാകാം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണോ ഈ ഫോൺ? അല്ലല്ല, ഞാൻ ഇത് പണ്ട് മോട്ടോറോളയുടെ ഭയങ്കര ഒരു ഫ്ലാഗ്ഷിപ്പ് അവരുടെ ഒരു മോഡലുണ്ട്, മോട്ടോ റേസർ എന്ന് പറഞ്ഞിട്ട്. അത് ഈ ഫ്ലിപ്പ് ഫോണായിരുന്നു. ആവശ്യമില്ലാത്ത ചോദ്യം, വേറെയാണ് വെറൈറ്റി. അപ്പോൾ ആ ഫോൺ പണ്ട് ഒരുപാട് കാലം എൻ്റെ കയ്യിലുണ്ടായിരുന്ന. അപ്പൊ അതിന്റെ ഒരു ഓർമ്മക്ക് ഇങ്ങനെ ആക്കാം അല്ലോ, അതിങ്ങനെ ആക്കാം. ഇതോ ഇത് ആരെങ്കിലും എടുത്ത് എറിഞ്ഞ് പൊളിക്കേണ്ടി വരും ഇനിയിപ്പോ. അതിന്റെ ഒരു ഓർമ്മക്ക് ഞാൻ നിലവിൽ ഇപ്പൊ എത്ര സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ധ്യാൻ? നിലവിൽ ഇപ്പൊ കമ്മിറ്റ് ചെയ്ത ഒരു 10 ഉണ്ട്. 10 ഉണ്ട്. ഈ 10 തന്നെ കഥയെ കുറിച്ചും അതിനകത്തെ കഥാപാത്രത്തെ കുറിച്ചും ഒക്കെ വ്യക്തമായ ധാരണയുണ്ടോ? ഉണ്ട്, അങ്ങനെ ഉണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൈസ വാങ്ങിക്കുമ്പോൾ എന്നോട് ചോദിക്കും കഥയൊക്കെ വായിച്ചെന്ന് പറയും. പിറ്റേ ദിവസം അഡ്വാൻസ് കിട്ടുന്ന തരുന്നൊക്കെ പറയല്ലോ. ഞാൻ കഥ പ്രൊഡ്യൂസർ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇഷ്ടപ്പെട്ടു